ബൈബിളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ള ഒരു പ്രശസ്തമായ ഒരു ഡയലോഗുണ്ട്, അല്ലെങ്കിൽ ഒരു തിരുവചനമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും പലതവണയായിട്ട് അല്ലെങ്കിൽ പല സിറ്റുവേഷൻസിലായാലും നമ്മുടെ കാഷ്വൽ കോൺവെർസേഷൻസിനിടയിൽ പോലും നമ്മൾ പലപ്പോഴായിട്ട് യൂസ് ചെയ്തൊരു കാര്യമാണ് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് എന്നുള്ളത്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയയിൽ കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മളെല്ലാവരും തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിനിടയിൽ ചെയ്യുന്ന ചില മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ചെറുതായിട്ടെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്തോ നിങ്ങളുടെ ഫാമിലീൻ്റെ അടുത്തേക്ക് ആയിട്ട് നിങ്ങളറിയാതെ തന്നെ ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അറിയാതെ തന്നെ ഉണ്ടായതായിരിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ആ തെറ്റുകൾ തനിയെ തിരുത്താനായിട്ട് ഒരു വഴി ഉണ്ടാക്കാനായിട്ടൊരു കാരണമാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷയുണ്ട് തന്നെ. ആ ഒരു പ്രതീക്ഷയിൽ തന്നെ തുടങ്ങിയാണ്. സോ ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനും ഞാൻ പോലും ചെയ്തിട്ടുണ്ട്. സോ എനിക്കും ഒരു തിരിച്ചറിവുള്ളൊരു മൊമെൻ്റ് പോലെ ആയിരിക്കാം ആവട്ടെ. സോ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭയങ്കരമായൊരു തെറ്റാണോ എന്നൊക്കെ നമുക്ക് ശരിക്കും അറിയത്തില്ല എന്നുള്ളതാണ്. അത് എത്ര ഡീപ്പാണെന്ന് അറിയുന്നത് നമ്മുടെ പാർട്ട്ണറിന് മാത്രമായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും സെൽഫിഷ് ആകുക എന്നുള്ളത്. പക്ഷേ സെൽഫിഷ് ആകുന്നതിൻ്റെ കൂടെ സെൽഫ്ലെസ് ആവുക എന്നുള്ളൊരു കൂടെ ആ ഒരു കാര്യം കൂടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അത് നമ്മൾ പലരും എന്നും മറക്കുകയാണ് എന്നുള്ളതാണ്. നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ വേണം എന്ന് വെച്ച് നമുക്ക് നമ്മളുടെ കാര്യം മാത്രം മതി എന്നാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസിൽ അവിടെ രണ്ട് മനുഷ്യരുണ്ട്. അപ്പോൾ പരസ്പരം രണ്ടുപേരും അവരുടെ ഡ്രീംസ് ആയിക്കോട്ടെ, ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം അവർ ഫോക്കസ് ചെയ്യേണ്ടതില്ലേ? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളുടെ ഡ്രീം മാത്രമാണോ? അതിനുള്ള സപ്പോർട്ട് തരിക എന്നുള്ളത് മാത്രമാണ് അവരുടെ ജോലി. അവരെ തിരിച്ചറിയാനും അവരുടെ കംഫേർട്ട് അന്വേഷിക്കാനും അവരെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യാനും അതിനും നമ്മൾ സമയം കണ്ടെത്തണ്ടേ? ഞാൻ ചില സമയങ്ങളിലേക്ക് എൻ്റെ വർക്കിലേക്ക് ഭയങ്കരമായി കോൺസെൻട്രേഷൻ പോയത് എൻ്റെ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രശ്നങ്ങളുടെയൊക്കെ ഇൻറ്റൻസിറ്റി നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. പിന്നെ അത് അവരുടെ നമ്മുടെ പാർട്ട്ണറിലുള്ള അത്രയും ഹേർട്ട് ആവുന്നുണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി എന്നുള്ളത്. അവർക്ക് അത്രയും വിഷമം ഉണ്ടാകുന്നുണ്ടാവും, ഉള്ളിലിങ്ങനെ കുത്തി നോവുണ്ടാവും. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാം നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാവില്ല എന്നുള്ളതാണ്. നമ്മൾ പരസ്പരം നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കാറില്ലേ? ആ ഒരു സമയത്ത് അവർ ഓക്കെ അല്ലെങ്കിൽ പോലും അവർ ഓക്കെ ആണ് എന്ന് മാത്രമേ പറയുള്ളൂ. അല്ലെങ്കിൽ നമ്മളടുത്ത് ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മൾ സംസാരിക്കാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അധികം അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാറില്ല. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു ഭയങ്കരമായിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷൻ അതിൽ ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്ക് നമ്മളെപ്പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മനുഷ്യരല്ലേ ആ ഒരു മനുഷ്യർ. മറ്റേ ആൾ ഓക്കെ ആണ് എന്ന് പറയുന്ന സമയത്ത് അത് ശരിക്കും ഓക്കെ ആണോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ആവാതെ അത് മനസ്സിലാവൂ എന്നുള്ളതാണ്. നമ്മൾ എന്ത് തന്നെ ആയാലും ഒരു മൊമെൻറ്റിൽ ഹേർട്ടായി എന്ന് തോന്നുന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് അതിങ്ങനെ ഹൈഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അത് റിലേഷൻഷിപ്പിൽ പല ആളുകളും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇനി തൊട്ട് നമ്മൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന സമയം, അതുപോലെ ഓക്കെ അല്ല എന്ന് തോന്നുന്ന സമയങ്ങളിൽ അവരോട് പോയി സംസാരിക്കുക. ഇന്ന കാര്യങ്ങളിൽ എനിക്കിത് ഓക്കെ അല്ല, എനിക്കിത് എന്തോ പോലെ തോന്നുന്നു, ഞാൻ ഓക്കെ അല്ല എൻ്റെ കൂടെ ഒന്ന് കുറച്ച് നേരം നിൽക്കാമോ എന്നൊക്കെ ചോദിച്ച് അവരുടെ കൂടെ ഒന്ന് പോയി നോക്കി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിങ്ങൾ പോയി ഓക്കെ അല്ല എന്ന് പറയുന്ന സമയത്ത് അവർ നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ല എന്നുള്ളത്? ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ മാറ്റാം. നല്ല റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ അത്രയും സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്ത് തന്നെ ആയാലും നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. അത് എത്ര വേഴ്സ് മൊമെൻ്റ് ആയാലും നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും, അതായത് അവർ നമ്മൾ മനസ്സിലാക്കേണ്ടേ, അല്ലെങ്കിൽ മനസ്സിലാക്കി തനിയെ വരികയല്ലേ വേണ്ടേ എന്നുള്ളത്, നമ്മൾ പറയണമെന്നുണ്ടോ എന്നുള്ളത്. നമ്മളുടെ ഉള്ളിൽ ഒരുപാട് സങ്കടം ഉണ്ടായിട്ട് നമ്മൾ പുറത്തിങ്ങനെ ചിരിച്ച് നടക്കാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ചിരി എപ്പോഴും സൂക്ഷിക്കാറുണ്ട്. പക്ഷേ എല്ലാ സമയത്തും നമ്മളുടെ ഈ ഒരു ചിരിനെ എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ എല്ലാ സമയത്തും നമ്മൾ തന്നെ നമ്മളെ ചിരിന് ഇടയ്ക്ക് നമ്മൾ നമ്മുടെ വിഷമങ്ങളൊക്കെ ഇടയ്ക്ക് മറന്നു പോകാറില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ വീട്ടിൽ പോലും നമ്മൾ 100% കാണിക്കാറുണ്ടോ? അമ്മ വയറ്റിലുള്ളപ്പോൾ തൊട്ട് അവർ നമ്മളെ അറിയുന്നുണ്ട്. ആ ഒരു അമ്മയ്ക്ക് നമ്മൾ 100% മനസ്സിലാകുന്നുണ്ടാവും. അമ്മ അറിയാതെ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ചെയ്യുന്നില്ലേ? അപ്പോൾ ഈ പറഞ്ഞ പാർട്ട്ണറോ നമ്മുടെ കൂടെ ഇതുപോലെയുള്ള മിസ്റ്റേക്സും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലേ അവർ നമ്മളെ മനസ്സിലാക്കുന്നത്.
അതുകൊണ്ട് തന്നെ മിസ്റ്റേക്ക് വരുന്ന സമയം നമ്മൾ അയ്യോ ഇത് വർക്കൗട്ട് ആവില്ല, നമുക്കൊന്ന് മാറി ചിന്തിക്കാം അല്ലെങ്കിൽ മാറി നിൽക്കാം എന്നൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെപ്പോഴും വർക്കൗട്ട് ആവും, ഇതെപ്പോഴെങ്കിലും വർക്കൗട്ട് ആവും. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പെർഫെക്ഷൻ, ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാം. പരസ്പരം തെറ്റുകൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് നാളെ ആ തെറ്റ് വീണ്ടും വരത്തില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ തെറ്റൊന്നും ഉണ്ടാവരുത് അല്ലെങ്കിൽ നമ്മൾ നോക്കി നിൽക്കണം എന്നൊക്കെ പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഇൻറ്റൻഷനലി നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ, നമ്മളല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ, അതായത് നമ്മളല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ എപ്പോഴേലും ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളതാണ്. അപ്പോൾ അവർ കാണുന്നത് നമ്മളെന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവാകും. കാരണം നമ്മൾ ഇത്രയും കാലം ആക്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഫേക്ക് ചെയ്യുന്ന പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതിനു പകരം നിങ്ങൾ എന്താണോ അത് റിയലായിട്ട് ആ റോ ആയിട്ടുള്ള നിങ്ങൾ അവരിലേക്ക് എത്തിക്കഴിഞ്ഞാലോ, ആ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നത്, ആ നിങ്ങൾ എന്നും സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾ വിജയിക്കാൻ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകുന്ന ആ ഒരു പാർട്ണറാണെന്നുണ്ടെങ്കിലോ തിങ്സ് വിൽ ബി മാജിക്കൽ, ലവ് വിൽ ബ്ലൂം ലൈക്ക് യു ഹാവ് സീൻ. മേക്ക് മിസ്റ്റേക്സ് എന്നുള്ളതാണ്. അത് നമുക്ക് അവരെങ്ങനെ മനസ്സിലാക്കുന്നു, അവർക്ക് നമ്മളെങ്ങനെ ഫീൽ ചെയ്യുന്നു, ഇറ്റ് വിൽ ഹെൽപ്പ് യു ബോത്ത്. തെറ്റുകളൊക്കെ സംഭവിക്കാം, പക്ഷേ പരസ്പരം മനസ്സിലാക്കി അതിൽ പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഒരു ലൈഫ് നയിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ സീ ദ മാജിക്. പക്ഷെ എന്നാലും ചില ആളുകളുണ്ട് കേട്ടോ, തെറ്റെന്താണെന്ന് മനസ്സിലാക്കി അത് തിരുത്തി അത് മുന്നോട്ട് കൊണ്ടുപോകാതെ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്ത് ആ റിലേഷൻഷിപ്പിൽ തന്നെ ഒഴിവാക്കി പോകുന്ന ആളുകൾ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെയാണ് അത്തരമൊരു സിറ്റുവേഷൻ ആലോചിക്കാൻ പോലും പറ്റുന്നത്. നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതാണ് എന്നുണ്ടെങ്കിൽ അത് സോർട്ട് ചെയ്ത് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതല്ലേ നമ്മൾ നോക്കണ്ടേ. എല്ലാം അവസാനിപ്പിച്ച് കളയുക എന്നുള്ള ഒരു ഇതിലേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ദേ വെറൻ ട്രൂ ടു ദെയർ പാർട്ട്ണർ, ദേ വെറൻ ട്രൂ ടു ദെംസെൽവ്സ്. നമ്മൾ മിസ്റ്റേക്സ് തിരുത്തുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യും, അവരൊരുമിച്ച് ഗ്രോ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കി തരും. പിന്നെ എല്ലാം ആ ഒരു ഫ്ലോയിൽ അങ്ങ് കൊണ്ടുപോവുക എന്നുള്ളതാണ്. പിന്നെ ചില ആളുകൾ പറയും നാളെ എന്താകും എന്നെനിക്കറിയത്തില്ല, അവരെ കൂടെ ജീവിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ. ബട്ട് ദ റിയാലിറ്റി ഈസ് ദാറ്റ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്കെല്ലാം അട്രാക്റ്റ് ചെയ്യാനുള്ള പവർ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്ത് അതിൽ വർക്കൗട്ട് ചെയ്ത് നല്ലൊരു ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾവേസ് ബെറ്റർ. ആൻഡ് പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ മിസ്റ്റേക്സൊക്കെ നിങ്ങളെ ബോണ്ട് സ്ട്രോങ് ആക്കുക മാത്രമേ ചെയ്യൂ എന്നുള്ളതാണ്. നിങ്ങൾ അത്രയും ക്ലോസ് ആവാൻ മാത്രമേ ഇത് ഹെൽപ്പ് ചെയ്യൂ എന്നുള്ളതാണ്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മിസ്റ്റേക്സ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്സ് ചെയ്യുക, ആൻഡ് അത് സോർട്ട് ചെയ്യുക. അതധികം വെച്ച് നിൽക്കേണ്ട. ഹേർട്ട് ആകുകയാണെന്നുണ്ടെങ്കിൽ അവരത് പറഞ്ഞ് മനസ്സിലാക്കാം, എനിക്ക് ഇന്ന പോലെ ഇത് ഫീൽ ചെയ്യുന്നുണ്ട്, ഹേർട്ട് ആവുന്നുണ്ട്, അതെനിക്ക് സോർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവർ നിങ്ങളെ കൂടെ നിൽക്കും. ആൻഡ് ദാറ്റ്സ് ഹൗ ദ റിലേഷൻഷിപ്പ് ഈസ് ബിൽറ്റ്. ഞാൻ മുന്നേ ഒരു മീം കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരാൾക്കാർ ഒരു കപ്പിളിൻ്റെ ഒരു ഫോട്ടോ, അവരിങ്ങനെ ഒരുമിച്ച് നടക്കുന്ന ഒരു ഫോട്ടോ ആണ്. ആൻഡ് അതിൻ്റെ താഴെ ഒരു റൈറ്റിംഗ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ഹൗ മെനി ടൈംസ് ദേ വുഡ് ഹാവ് ഫോർഗിവൺ ഈച്ച് അതർ ഇൻ ഈച്ച് മിസ്റ്റേക്സ് എന്നുള്ളത്. ശരിയല്ലേ? ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ടാകുന്നത് അങ്ങനെയല്ലേ? എത്ര പ്രാവശ്യം നമ്മൾ മാപ്പ് കൊടുത്തിട്ടുണ്ടാവും, അങ്ങനെയല്ലേ ഇത് ശരിയാവണേ? പക്ഷെ എന്നും വെച്ചിട്ട് എല്ലാ റിലേഷൻഷിപ്പിലും റീയൂണൈറ്റ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുണ്ട് എന്നൊന്നും ഞാൻ പറയത്തില്ല. ചില ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളതിൽ നിൽക്കേണ്ടതില്ല എന്ന് മാത്രമാണ്. കാര്യം അത് നമ്മുടെ പീസ്ഫുൾ ലിവിങ്ങിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകരുത്. പക്ഷേ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പോലും അത് എത്രമാത്രം ടോക്സിക്കാണ്, അല്ലെങ്കിൽ ശരിക്കും അത് നിങ്ങൾ വിചാരിക്കും പോലെ ടോക്സിക് ആണോ എന്നുള്ളതും നമ്മളൊന്നിരുന്ന് ആലോചിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ കുറേ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണും, നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വരും, അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ശരിക്കും ഒന്നിരുന്ന് ആലോചിച്ച് നോക്കിയിട്ട് ശരിക്കും ഇത് ടോക്സിക് ആണോ, അതോ മേ ബി മിസ്കമ്മ്യൂണിക്കേഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങളാണോ? നമ്മുടെ പാർട്ട്ണറിൻ്റെ ട്രൂ സെൽഫ് നമ്മുടെ മുന്നിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടാവോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നമാണോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ അവരുടെ ട്രൂ സെൽഫ് നിങ്ങളുടെ മുന്നിൽ കാണിക്കാനുള്ള ആ ഒരു ഇൻസെക്യൂരിറ്റീസും ഉണ്ടാവാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസും അതിനുള്ള ഫ്രീഡം ഒരുക്കേണ്ടത് നമ്മളാണ് എന്നുള്ളതാണ്. ഫ്രീഡം എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് ആൾക്കാരെ എങ്ങനെ നിൽക്കണം, അതായത് എൻ്റെ അടുത്ത് നീ എങ്ങനെ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതിനെയാണ് ഈ ഒരു ഫ്രീഡം കൊണ്ട് മീൻ ചെയ്തത് എന്നുള്ളത്. ആ ഒരു ഫ്രീഡത്തിന് ഡിഫൈൻ ചെയ്തത് അങ്ങനെയാണ് എന്നുള്ളതാണ്. ആ ഫ്രീഡം അവർക്ക് കൊടുക്കുക അവർക്ക് അവരുടെ ട്രൂ സെൽഫ് എക്സ്പ്രസ് ചെയ്യാനായിട്ട്, അവരുടെ ഇൻസെക്യൂരിറ്റീസ് മാറാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് എന്തിനാണ് അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റീസ്? അതങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ എന്നുള്ളതാണ്.
നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടത് ആ ഒരു ഫ്രീഡമാണ്, അല്ലെങ്കിൽ അവർക്കത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ളതാണ്. ആ ഫ്രീഡം നമ്മൾക്ക് എന്താണ്, അത് നമ്മളായാലും ആ ഫ്രീഡം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളവരെ ആ ഫ്രീഡം യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റേ ആളെ ആ ഫ്രീഡം യൂസ് ചെയ്ത് അവരുടെ ട്രൂ സെൽഫ് അവിടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്കൊരു സ്പേസ് കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് എവ്രിതിങ് വിൽ ബി ഓക്കെ. അവരുടെ ട്രൂ സെൽഫായിരിക്കണം നമ്മളിലേക്ക് എത്തേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ട്രൂ സെൽഫായിരിക്കണം അവരിലേക്ക് എത്തേണ്ടത് എന്നുള്ളത്. നമ്മൾ ഒരിക്കൽ പോലും ഒന്നും ഹൈഡ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവരറിഞ്ഞിരിക്കണം. എങ്ങനെയൊക്കെ നമ്മൾ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അവരറിഞ്ഞിരിക്കണം. ആൻഡ് അവരത് മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കും? അതിന് നമ്മൾ സ്പേസ് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കോൺവെർസേഷൻസ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നമ്മളുടെ ഇടയിൽ ഉണ്ടാവണം. നമ്മളുടെ ആ ഒരു റോ ആയിട്ടുള്ള ഫീലിങ്സ് അവരിലേക്ക് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്, നമ്മുടെ റിഫ്ലക്ഷൻസ് നമ്മളുടേത് മാത്രമാവുക എന്നുള്ളത്, ഫേക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളത്, അതെപ്പോഴും പ്യുവറാകുക എന്നുള്ളത്, അതിനുള്ള കറേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഞാൻ വല്ല അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് തോന്നുന്നു. നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇതുപോലുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് പരസ്പരം വഴക്കഴിച്ച് അവസാനിപ്പിക്കാതെ അത് സോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ച് നോക്കുക. ആൻഡ് അറ്റ് ദ എൻഡ് നിങ്ങളുടെ ബോണ്ട് അത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കും എന്നുള്ളതാണ്. ആൻഡ് യു വിൽ ഫൈൻഡ് ദ മാജിക് ഓഫ് ലവ്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ സോർട്ട് ആവാനായിട്ട് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.